സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകളുടെ ആൺ സുഹൃത്തിനെ അച്ഛൻ കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അതായത് കൊല്ലം ഇരവിപുരത്ത് നടന്ന ഒരു സംഭവമാണ്. അതായത് കൊല്ലത്ത് ഇരവിപുരത്തുള്ള അരുൺ കുമാർ എന്ന് പറയുന്ന യുവാവിനെയാണ്, 19 വയസ്സേ ഉള്ളൂ, കാമുകിയുടെ അച്ഛൻ പ്രസാദ് കുത്തി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വന്ന ചില ഈ വാർത്തകളുണ്ട്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതിക്കാഞ്ഞത്. അതുമാത്രവുമല്ല, ഇതൊരു ദുരഭിമാന കൊലയാണ് എന്നുള്ള തരത്തിൽ പ്രസാദിനെയും കുടുംബത്തെയും പറ്റിയിട്ട് വളരെ മോശമായ അഭിപ്രായമാണ് ഇപ്പോഴിങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെന്ന് പറഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട അരുണിൻ്റെ കുടുംബക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രസാദ് സ്വന്തം മകൾക്ക് തന്നെ ഭീഷണിയാണ്. മകൾക്ക് പോലും അവിടെ സമാധാനത്തിൽ ഉറങ്ങാൻ സാധിക്കാതില്ല, കാരണം പ്രസാദിൻ്റെ സ്വഭാവ ദൂഷ്യമാണ് എന്നൊക്കെ രീതിയിൽ ഇവർ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ അവർ പലതും വിളിച്ചു പറയും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസാദ്, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ കൊലപാതകത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ പോലും ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ല. പക്ഷെ തൻ്റെ മകളെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവനെ ഒരച്ഛൻ എന്ന നിലയിൽ അയാൾ പ്രതികരിച്ചിട്ടുണ്ടാകാം. അയാൾ പ്രതികരിക്കാതിരിക്കില്ല. അതായത് ഈ ചെറുക്കൻ്റെ ശല്യം കാരണം ഈ അച്ഛനെയും മകളെ മറ്റൊരു വീട്ടിൽ കൊണ്ടുചെന്നാക്കി എന്നാണ് പറയുന്നത്. അവിടെ ചെന്നു പോലും ഈ അരുണ് എന്ന് പറയുന്ന 19 വയസ്സുകാരൻ ഈ പെൺകുട്ടിയെ നിരന്തരമായി ശല്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇപ്പോഴേ എല്ലാവരും പറയുന്നത് പോലെ ഈ അരുണിൻ്റെ അച്ഛനമ്മമാരായാലും അല്ലെങ്കിൽ മറ്റു പല കാമുകന്മാരുടെ അച്ഛനമ്മമാരായാലും പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൻ ആൺകുട്ടിയാണ്, അവൻ ഇതുപോലെ ചെയ്യും, അവൻ്റെ പ്രായം ഇതല്ലേ എന്നുള്ള തരത്തിൽ ഒന്ന് ലഘൂകരിക്കും. ഇവരുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? പെൺമക്കളുണ്ടെങ്കിൽ അവരെ ആരെയും കാണിക്കാതെ പൂട്ടിക്കെട്ടി വെക്കും എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് ഇവരുടെ മകൻ മറ്റു പെൺകുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ ഇവരെല്ലാവരും പറയുന്നൊരു വാക്കിതാണ്: ഞങ്ങളും ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ വന്നത്, അവൻ ആൺകുട്ടിയല്ലേ, അപ്പോൾ ചില ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം നേരിടുന്നതെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടുകാരാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ ബലിയാടാവുന്നത് പെൺകുട്ടി തന്നെയാണ്. ഈ ആൺകുട്ടി എപ്പോഴും പൊടിയും തട്ടി പോകും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും പാർക്കുകളിലും കാട് പിടിച്ച പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ പലരും ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ 80-ൽ വണ്ടി കിട്ടാത്ത കളോ ഈ അമ്മാവന്മാരാണ്. അതുപോലെ തന്നെ സദാചാരവാദികളാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, സ്വന്തം അച്ഛനമ്മമാർക്ക് വരെ ഇന്ന് മക്കളെ ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കും, നിങ്ങളുടെ തലമുറയല്ല ഞങ്ങളുടെ തലമുറ വേറെയാണ് എന്നുള്ള തരത്തിലെ മണ്ടൻ, അതായത് മണ്ടനാശി എന്നേ ഞാൻ പറയുള്ളൂ. ഇന്നത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ പോകുന്നത് മറ്റേ മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ ഈ വലിയുടെയും പുകയുടെയും ലോകത്താണ്. അല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും എന്ന് പറഞ്ഞാൽ ഭീഷണിയാണ്. ഞങ്ങൾ കേസ് വരെ കൊടുക്കും എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ട്. അച്ഛനമ്മമാരുടെ പേരിൽ കേസ് വരെ കൊടുക്കും. ഒരു പരിധി കഴിഞ്ഞാൽ ഈ 18 വയസ്സായ പെൺകുട്ടികളുടെ എല്ലാ അധികാരവും ഏറ്റെടുക്കുന്ന ചില ആൺ സുഹൃത്തുക്കളുണ്ട്. 10-18 വയസ്സേ ഉമ്മാർക്കും ഉണ്ടാവുള്ളൂ. അതായത് ഉമ്മാരുടെ രൂപം നിലം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മുടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും, അതുപോലെ തന്നെ ഒരു 25 സ്ഥലത്ത് കീറിയ പാൻറ് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ എണ്ണം വന്നിട്ട് ഈ പെൺകുട്ടിയുടെ എല്ലാ കാര്യവും പിന്നെ ഏറ്റെടുക്കുകയാണ്. അതായത് ഇവൻ പിന്നെ പറഞ്ഞു വരുത്തുന്ന ഇതാണ്: ആ കുട്ടിക്ക് അവിടെ സമാധാനമില്ല, അവളുടെ അച്ഛൻ ശരിയല്ല, അവളുടെ അമ്മ ശരിയല്ല, അവളുടെ അമ്മാവന്മാർ ശരിയല്ല, അവളെ ഉപദ്രവിക്കുന്നു എന്നുള്ള നുണപ്രചരണങ്ങൾ. അതായത് പിന്നെയെല്ലാം ഇവൻ്റെ കൺട്രോളിലാണ്. ഈ 10-18 വയസ്സ് വരെ വളർത്തിയ അച്ഛനും അമ്മയും അവിടെ വേസ്റ്റാണ്. പിന്നെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇവനാണ് ആ വീട്ടിൽ. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതായത് ഇങ്ങനെ വല്ലയിടത്തുനിന്നും കയറി വന്നിട്ട് ആൺ സുഹൃത്ത് എന്ന് പറയുന്ന വ്യാജേന കയറി വന്നിട്ട് ഈ വീട്ടുകാരെ വരെ ഭീഷണിപ്പെടുത്തുന്ന കുറേ ഊളകളുണ്ട് എന്നുള്ളതാണ്. ഒരുപാടെണ്ണമുണ്ട്. ഒരു അച്ഛനും അമ്മക്കും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരുപാട് നാറിയ ബന്ധങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഈ ഫ്രീക്കന്മാർ എന്നാണ് യുവമാർ അറിയപ്പെടുന്നത്. യുവമാർക്ക് മറ്റേ ഏണി വെച്ച് കയറേണ്ട ഒരു ബൈക്കും ഉണ്ട്. ഈ ബൈക്കിൽ യുവമാർ കാത്തിരിക്കും. എന്നിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ 2 ഡ്രസ്സ് കൊടുത്തിട്ടാണ് വരിക. അതായത് ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ ഈ ഫ്രീക്കന്മാരുടെ കൂടെ പിന്നെ കറങ്ങാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നോക്കൂ, എവിടെയെങ്കിലും കാട് പിടിച്ച പ്രദേശമുണ്ടെങ്കിൽ അവിടെ ഈ ഫ്രീക്കന്മാരുണ്ടാകും. അതുപോലെ പാർക്കുകളിൽ കാട് പിടിച്ച പ്രദേശങ്ങളിൽ ഈ ഫ്രീക്കന്മാരുണ്ടാകും. നമ്മളെയൊക്കെ നാണിച്ചു പോകും നമ്മളൊക്കെ.
അതായത് വളരെയധികം മോശമായ രീതിയിലുള്ള കാമക്കേളികളാണ് നടക്കുന്നത്. അപ്പോൾ ഈ എല്ലാം എന്ന് പറഞ്ഞാൽ വയസ്സെന്ന് പറഞ്ഞാൽ 18, 20, 21 അങ്ങനെയുള്ള വയസ്സുകളിലുള്ളവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമില്ല. ഇവരെ നേരെ, അതായത് ഞങ്ങൾക്ക് 18 വയസ്സായി, ഇനി ഞങ്ങൾ ഇഷ്ടം പോലെയാണ് എന്നുള്ളതാണ്. കുറച്ചു കാലം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു സംഭവം നടന്നു. അതായത് മകളെ കാണാനെത്തിയ ആൺ സുഹൃത്ത്, നട്ടപായരക്കാന്ന് 2 മണിക്കാണ് മകളെ കാണാനെത്തുന്നത്. ആൺ സുഹൃത്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു, മകളുടെ റൂമിലേക്ക് കടന്ന്. ഇത് അച്ഛൻ കണ്ടു. അച്ഛൻ എന്ത് ചെയ്തു വെച്ചാൽ അവിടെയുള്ള കത്തി എടുത്തിട്ട് 2 വീശലങ്ങ് വീശിയിട്ട് അവനങ്ങ് തീർത്ത് കളഞ്ഞു. അല്ല, ആ അച്ഛൻ എന്താ പിന്നെ ചെയ്യേണ്ടത്? ഈ സ്വന്തം മകളുടെ റൂമിൽ 12 മണി, രാത്രി 2 മണിക്ക് ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കും, അയാൾ ചിലപ്പോൾ കള്ളനാണെന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കും, അങ്ങനെ പലതും ചെയ്യാം. പക്ഷെ അയാൾ ജയിലിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ പോലും ഈ പിന്നെ മകളുടെ കൂട്ടുകാരുടെ ഭാഗത്താണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ തള്ള പോലും അതാണ്. ഇതാണ് ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പെട്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെയാണ്. അതായത് ഇത് അവിഹിതമായിട്ട് ഇതുണ്ടായി കഴിഞ്ഞാലും അതിനെ നിയന്ത്രിക്കേണ്ടത് ഈ വീട്ടുകാരാണ്. അതിലെ നാണം കണ്ടത് ഈ വീട്ടുകാരാണ്. ഫ്രീക്കന്മാരുടെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. ഫ്രീക്കന്മാരുടെ വീട്ടുകാർക്ക് ഇത് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ അങ്ങ് തേടി പോകും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രസാദ് എന്ന് പറയുന്ന അച്ഛൻ, അയാൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ എന്ന് പറഞ്ഞാൽ വിദേശത്ത് എവിടെയോ വീട്ടു ജോലി ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ഈ കുട്ടിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ള തരത്തിലായിരിക്കും അവരൊക്കെ ആ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക. അപ്പോഴാണ് 19 വയസ്സ് പോലും തികയാതെ ഒരുത്തനുമായിട്ട് ഒരു പണിയും ഒരു വേലയും കൂലിയും ഇല്ലാത്ത ഒരുത്തൻ വന്നിട്ട് മകളെ നിരന്തരമായിട്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടങ്ങ് ശല്യം ചെയ്യുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ഇവൻ്റെ വീട്ടിലൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇവൻ്റെ വീട്ടുകാരൊക്കെ ഇന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, എന്നാൽ ഈ വീട്ടുകാരല്ലേ അത് നിയന്ത്രിക്കേണ്ടത്. എടാ, നിനക്ക് വയസ്സായിട്ടില്ല, വയസ്സായി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നീ ആദ്യം പോയിട്ടൊരു ജോലി ഉണ്ടാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരാണ് അതിനെ ഖണ്ഡിക്കേണ്ടത്. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു എന്നറിയില്ലേ? അവരൊക്കെ എന്ന് പറഞ്ഞാൽ നീ കെട്ടിക്കോടാ, ഒരു കുഴപ്പവുമില്ല. ഇപ്പോഴവരൊക്കെ മുടന്തൻ ന്യായം. അതായത് ഈ സമൂഹത്തിൽ ഈ പ്രസാദ് എന്ന് പറയുന്ന തന്തയെ, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ പ്രസാദിനെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാനൊന്നും പറ്റൂല. ഒരിക്കലും നമ്മൾ ഈ കൊലപാതകത്തെ അംഗീകരിക്കില്ല, അതുറപ്പാണ്. ഒരാൾ പോലും ഒരാളെയും കൊല്ലാനുള്ള അധികാരമില്ല. പക്ഷെ പ്രസാദ് എന്ന് പറയുന്ന അച്ഛനെ അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ ഒറ്റപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. നിരവധി അച്ഛന്മാർ സമൂഹത്തിൽ ഇതുപോലെയുള്ള സംഭവം നേരിടുന്നുണ്ട്. ഒരുപാട് അച്ഛന്മാർ നേരിടുന്നുണ്ട്. അതായത് ഒരുപാട് പേരുടെ വീടുകളിലുള്ള ഒരു പ്രശ്നമാണിത് ഇന്ന് നടക്കുന്നത്. ഈ പെൺകുട്ടികളെ കൊണ്ടും ഇതുപോലെയുള്ള ഫ്രീക്കന്മാരെ കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. മനസ്സിലാക്കണം നിങ്ങൾ. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്കന്മാരുടെ തന്തമാർ, അതായത് അവന്മാർ മര്യാദയ്ക്ക് മക്കളെ വിളിച്ച് വിമർശിക്കുക, അതുപോലെ തന്നെ ഉപദേശിക്കുക. ഇനി വേണ്ടി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു മനോരോഗ വിദഗ്ധൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരുമായിട്ടൊരു കൗൺസിലിംഗ് തയ്യാറാക്കി കൊടുക്കുക. ഇതാണ് വേണ്ടത്. അല്ലാതെ ഇമാതിരി തോന്നിവാസത്തിന് നിങ്ങൾ ഒരിക്കലും പോയി കൂട്ടു നിൽക്കരുത്. നിങ്ങളുടെ മകന് 19 വയസ്സ് 20 വയസ്സാകുമ്പോൾ കല്യാണം വേണമെന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ ഇതുപോലെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വളർത്തിയ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വീട്ടുജോലി ചെയ്ത് വളർത്തുന്ന ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും മകളെ, അതായത് നിങ്ങളുടെ മകൻ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ തന്ത എന്ത് ചെയ്യാനാണ് പിന്നെ? ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുതാണ് വരാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.